നല്ല പടമായിരുന്നു. പക്ഷേ മെയിൻ പ്ലോട്ടിനെ പറ്റി കൂടുതലായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. മെയിൻ പ്ലോട്ടിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നി. പടം നല്ല പടമായിരുന്നു, പക്ഷേ മെയിൻ പ്ലോട്ടിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്ത് വളരെ കുറച്ചാണ്. മെയിൻ പ്ലോട്ടിലേക്ക് കഴിഞ്ഞും വേറെ കുറേ കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അതാണ് എൻ്റെ അഭിപ്രായം. കുറേ കൂടെ മെയിൻ നല്ല സൂപ്പർ പടം. പടം നല്ല പടം, കുഴപ്പമില്ല. നല്ലൊരു മൂവിയാണ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻ്റ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു ക്ലാസ് ആയിട്ട് വരും, സെക്കൻഡ് ഹാഫ് ഒരു ക്ലാസ് മാസം ചേർന്നാണ്. പിന്നെ ശരിക്കും സംഭവിക്കുന്ന സ്റ്റോറിയാണ്. ഒരു കാരണം ഇങ്ങനെ ലാഗൊന്നും ഇല്ലായിരുന്നു. എന്നാല് പിന്നെ പറയുവാണെങ്കിൽ ദിലീപ് ഈസ് ബാക്ക് പറയാം. കുഴപ്പമില്ല, നല്ല പടം. തങ്കമണി ദിലീപ് തകർത്ത പതിങ്ങിച്ച്. ഇപ്പോൾ നടന്ന സംഭവങ്ങളില്ലേ, 2018 നടന്ന സംഭവം, മഞ്ഞുവലി ബോയ്സ് നടന്ന സംഭവം, തങ്കമണി നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കണം. ഇപ്പം ഞാനൊക്കെ 2000 ജനിച്ചിരിക്കണം. ഇപ്പം ഇത് 1986 നടന്ന സംഭവമാണ്. അപ്പം എല്ലാവരും പോയി കണ്ടിരിക്കണം ഈ തങ്കമണി എന്ന് പറഞ്ഞ പടം. ഗംഭീര പടം, കാണേണ്ട പടമാണ്. ഒരു കാലഘട്ടത്തിലെ സംഭവങ്ങൾ വളരെ ലിയോട്ടൊക്കെ എടുക്കിയിട്ടുണ്ട്. വളരെ മേക്ക് ഓവർ എല്ലാം നല്ല ഗംഭീരമായ ഒരു കാലഘട്ടത്തിലെ കഥയാണ്. അത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണേണ്ട സിനിമയാണ്. സൂപ്പർ പടം ഇത് കഴിഞ്ഞ് അടുത്ത ഷോ കൂടി കയറണം എന്നാണ് ആഗ്രഹം. ജസ്റ്റ് കിഡിങ്. സൂപ്പർ പടം. സൂപ്പർ പടം. JK കുഴപ്പമില്ല, തരക്കേടില്ല. ഗംഭീര പടം, സെറ്റ് പടം, നല്ല പടം. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. ആ ഒരു ഇൻസിഡൻറ്റിനോട് നീതി പുലർത്തിയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് തങ്കമണി ഇൻസിഡൻറ്റിനെ എടുത്തൊരു തെലുങ്ക് പടത്തിലോട്ട് ഇട്ടിട്ട് സിനിമാറ്റിക് ലിബർട്ടി കുറച്ച് അധികം യൂസ് ചെയ്ത പോലെ തോന്നി. പെർഫോമൻസ് ഒക്കെ ദിലീപിൻ്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, പക്ഷേ ഇമോഷണൽ സീൻസ് വരുമ്പോൾ കുറച്ച് ഇത്തിരി ക്രിഞ്ചടിക്കുന്ന രീതിയിലേക്കാണ് പോയത്. എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല പടം. അത്ര നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെ തോന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ അതിന് വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചേക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് വളച്ചൊടിക്കാനോ വേറെ താല്പര്യത്തോടു കൂടി എടുത്ത ഒരു പടം പോലെ തോന്നി എനിക്ക് പേഴ്സണലി. അതായത് ഒരു സിനിമാറ്റിക് ലിബർട്ടി കുറച്ച് അധികം എടുത്തിട്ട് വേറൊരു രീതിയിലേക്ക് ആക്കിക്കളഞ്ഞു. അപ്പോൾ നല്ലൊരു ഇത് പറയേണ്ടുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ ഈ ഒരു രീതിയിലാക്കിയാലും ചെറിയൊരു വിഷമമുണ്ട്. എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. അതെ, ഫിക്ഷനൊക്കെ ആവാം, സിനിമാറ്റിക് ലിബർട്ടിയും ആവാം, അത് ഡയറക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ അത് യൂസ് ചെയ്തിരിക്കുന്ന രീതി കുറച്ചധികം ഡിഫറെൻ്റാണ്. ആ ഇൻസിഡൻറ്റിനോട് നീതി പുലർത്തിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മ്യൂസിക് എല്ലാം നല്ലതായിരുന്നു, പക്ഷേ മേക്കപ്പും ഡബ്ബിങ്ങും കുറച്ചധികം എടുത്തു നിന്നു. അതായത് കുറച്ച് മുഴച്ച് നിന്ന പോലെ തോന്നി. അതായത് ഒരു ബോളിവുഡ് ആക്ട്രസ് ഉണ്ട് ഇതിനകത്ത്, പ്രണിത എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഡബ്ബിങ്ങും ആക്ടിങ്ങും അതൊരു ഇത്തിരി ഓവർ ദ ടോപ്പായിരുന്നു. ആക്ടിങ്ങിനെ കുറച്ചധികം മോശമായിട്ടാണ് തോന്നിയത്. വയലൻസ് വർക്കായിട്ടുണ്ട്, പക്ഷേ ഉടൽ എന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറിൻ്റെ അടുത്ത് കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. കാരണം അത് നല്ലൊരു രീതിയിൽ പുള്ളി എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഉള്ളപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു കുറച്ച്. ദിലീപിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു, പക്ഷേ ഇമോഷണൽ സീൻസ് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല അത്. ഓക്കെ, താങ്ക് യു. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2024 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? JK. അയ്യോ, എനിക്ക് ഒട്ടും വർക്കായില്ല. മൂവി പ്ലോട്ട് കൊള്ളായിരുന്നു, ഒരു പഴയ തീം, പക്ഷെ എടുത്തു വെച്ചത് പാളിപ്പോയി. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ക്രിഞ്ച് ഫെസ്റ്റിവലാണ്. പിന്നെ BGMൻ്റെ അയ്യറളിയാണ്. മറ്റേ ചെയ്തു പറയില്ലേ, ഒരു ബോംബ്, 2 ബോംബ് എന്ന് പറഞ്ഞാൽ അവിടെ BGM ഇവിടെ BGM, ചറപറ BGM. പിന്നെ അടുത്തൊരു പോലീസുകാരത്തിൻ്റെ പുള്ളിക്കാരത്തി വന്നപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്.
കാണുന്നവർ ചിരിച്ചിരിച്ച് സത്യം പറയല്ലോ പടം ഭയങ്കര പോറ. ദിലീപിൻ്റെ കുറച്ച് ആക്ഷൻ സീക്വൻസ് കൊള്ളാം, അല്ലാതെ പടം നോട്ട് ഓൾ റെക്കമെൻഡബിൾ. ഇല്ല, തെറ്റായ രീതിയിലൊന്നുമല്ല, ആ ഇൻസിഡൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഒരു അരമണിക്കൂറോളം പ്ലോട്ടേ ഉള്ളൂ. അത് വലിച്ചു നീട്ടി എൻ്റെ പൊന്നോ. അതും മേക്കിംഗ് വൈസ് ആക്ഷൻ ക്യാമറയൊക്കെ കൊള്ളാം, കുറേ സീൻസൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ക്രിഞ്ച് ഫെസ്റ്റിവലായി പോയി. സീരിയസ്ലി പുള്ളിക്ക് പറ്റിയ റോളല്ല തോന്നുന്നു. ഇത് ഫ്ലോപ്പാണ്. എനിക്ക് ബസ്സിൽ വർക്കൗട്ട് ആയില്ല. ഞാൻ വേറെ ജഡ്ജ് ചെയ്യുന്നല്ല, ബട്ട് എനിക്ക് ബസ്സിൽ ഒട്ടും വർക്കൗട്ട് ആയില്ല. സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് താഴെയാണ് പടം കേട്ടോ. ഒരു ദിലീപ് കുറേ കൂടെയൊക്കെ സെലക്റ്റീവ് ആകണം. അമിത് BGM ഒരു അസലൊരു മസാല, പണ്ടത്തെ 86-ലേക്ക് മസാല കാണിയില്ല, ഒരു ശശികുമാറിൻ്റെയും PG വിശ്വംഭരൻ്റെയൊക്കെ, അതുപോലെ കുറേ കൂടെ സെലക്റ്റീവ് ആകണം. അത് നല്ലൊരു തീമായിരുന്നു. അത് കുറേ കൂടെയൊക്കെ എടുക്കുമായിരുന്നു, നന്നായിട്ട് പോയേനെ. ഒരു ആവറേജ് താഴെ ഒരു പടം ഉള്ളൂ കേട്ടോ. കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ലെന്നാണല്ലോ. അതൊരു നല്ലൊരു തീം, അതിനെ നല്ലപോലെ വേണം. ഫെബ്രുവരി പടങ്ങളൊക്കെ കാണാൻ പറ്റില്ല. ആ ഒരു തീമിലൊക്കെ കൊണ്ടുപോകുന്ന പടമായിരുന്നു. അതിനെ ഒരു മസാലപ്പടമാക്കി എടുത്തു. ഒരു ആവറേജ് താഴെ ഒരു പടം. ഇഷ്ടം കാണാം കേട്ടോ, വേറൊന്നും.